കോൺഗ്രസിൽ ചേരുന്നവരെ എതിർക്കുന്നവരൊക്കെ ഏത് ലോകത്ത് ആകുമായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കണം. ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ പറയുന്ന ജനാധിപത്യം രാജ്യത്ത് ഉറപ്പിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. നമ്മുടെ രാജ്യത്തിന്റെ കൂടെ സ്വാതന്ത്ര്യം നേടിയ രാജ്യമാണ് പാകിസ്ഥാൻ, തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യം. ആ രാജ്യത്തിന്റെ സ്ഥിതി ഒന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ആ കാലത്ത് മുസൽമാന്റെ തല എണ്ണിക്കൊണ്ട് ഞാനും അന്ന് കുട്ടിയാണെങ്കിലും അന്ന് ജീവിച്ചിരിക്കുന്നവനാ. എന്റെ കൂടി തല എണ്ണിക്കൊണ്ട് വാങ്ങിയ രാജ്യമാണ് പാകിസ്ഥാൻ. അവിടെ പറഞ്ഞത് എന്താണ്? ഇസ്ലാമിക ഭരണം, മുസ്ലിമിന്റേതായ രാഷ്ട്രം ഈ രാജ്യത്തുണ്ടാവണമെന്നാ പറഞ്ഞത്. എന്നിട്ട് ആ രാജ്യത്തിന്റെ സ്ഥിതി എന്തായി നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇന്നും അവിടെ കൊലപാതകങ്ങൾ നടക്കുകയാണ്. ജുമായ നടത്തുന്ന സമയത്താണ് മുസ്ലിം തീവ്രവാദികൾ കയറി അവിടെ വെടിവെക്കുന്നത്. ഈയിടെ നിങ്ങൾ കണ്ടു, പെഷവാറിൽ 132 കുഞ്ഞുങ്ങളെ, 6 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളെ വെടിവെച്ചു കൊല്ലുകയുണ്ടായി. എന്തിന്റെ പേരിലാ ചെയ്തത്? ഈ പറയുന്ന മതഭ്രാന്തിന്റെ പേരിലാ ആ രാജ്യമുണ്ടായത്. ആ രാജ്യത്തെ ആ ഭ്രാന്ത് ഇന്നും നിലനിൽക്കുന്നു എന്നതിന്റെ തെളിവാണ് പെഷവാറിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് 132 കുഞ്ഞുങ്ങളെ വെടിവെച്ച് കൊന്നത്. ലോകത്തെ മുഴുവൻ ജനങ്ങളും ഒരുവരി എതിർക്കുന്നൊരു സംഭവം. നിങ്ങൾ ആലോചിക്കണം, എന്തായിരുന്നു അവരുടെ ഡിമാൻഡ്? വടക്ക് പടിഞ്ഞാറൻ പ്രോവിൻസ്, ആ പ്രോവിൻസിൽ ഇന്ന് അവർക്ക് പ്രത്യേക രാജ്യം വേണം എന്ന് മാത്രമല്ല, അവിടെ ഇസ്ലാമിക ഭരണം വേണം എന്ന് പറഞ്ഞിട്ട് എന്ന് തുടങ്ങി ഇസ്ലാമിക ഭരണത്തിന് വേണ്ടിയുള്ള ബഹളം. 947 ആഗസ്റ്റ് 14-ാം തീയതി അവർ സ്വാതന്ത്ര്യം നേടി. നമ്മൾ 15-ാം തീയതിയാണ്. അവിടെ ഇസ്ലാമിക ഭരണത്തിന് വേണ്ടിയാ. എന്നിട്ട് അവിടെ സ്ഥിതി എന്താ? എന്നും പട്ടാള ഭരണം എന്ന് മാത്രമല്ല, സിവിലിയൻ ഭരണമുണ്ടെങ്കിലും പട്ടാളത്തിന് അടിയറ പറയുന്ന ഭരണകൂടം. വെള്ളിയാഴ്ച ജുമായ്ക്ക് പോലും മനുഷ്യന് പോകാൻ കഴിയാത്ത ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറി. എന്തുകൊണ്ട്? ആ വാദം തെറ്റായിരുന്നു എന്നതിന്റെ തെളിവ് നിങ്ങൾ കാണണം. അത് ജൂതന്മാരുടെ വാദമാണ്. ഇസ്രായേൽ അങ്ങനെയാണ് ലോകത്തുണ്ടായത്. ഇസ്രായേല് ജൂതന്മാര് പറഞ്ഞത്, ജൂത മതത്തിന് ഒരു രാജ്യം വേണം, ജൂത മതത്തിന് ഒരു രാജ്യം വേണം. അങ്ങനെയാണ് ഇസ്രായേൽ ഉണ്ടായത്.